The third point is, because നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേർഡ് ഇതാണ്, ബയോമാഗ്നിഫിക്കേഷൻ. It is also called with the term biological amplification. Okay, biomagnification or the word is called biological amplification. നമ്മൾ പറയുമ്പോൾ പാർലി നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ്. സോ 2 days back, if you go through the news values, salt, ഉപ്പിനെ കുറിച്ച് ആർട്ടിക്കിൾ വായിച്ചൊന്നും അറിയില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? സാൾട്ടിന് എന്താ ഇഷ്യൂ ഇപ്പം? SALT, ഉപ്പ്. അയഡിനൊക്കെ ഒരു ഇഷ്യൂ ഇല്ല. ഹെഡ്ലൈൻ ന്യൂസ് അക്രോസ് ഇന്ത്യ, സാൾട്ടിൻ്റെ ഇഷ്യൂ, ഹൈ ലെവൽ ഓഫ് മൈക്രോപ്ലാസ്റ്റിക്സ്. ഗ്രാമിലാണ് പോകുന്നത് എന്ന് പറയാൻ ശരാശരി ഒരു ഇന്ത്യൻ ഒരു ദിവസം 5 gram പ്ലാസ്റ്റിക് കൺസ്യൂം ചെയ്യുന്നുണ്ട് അകത്ത്. ആലോചിച്ച് നോക്കുക, ശരാശരി ഇന്ത്യൻ 5 gram പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാൾട്ട് പൗഡറിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ ലെവല് വെരി ഹൈ ആണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ വേസ്റ്റ് പ്ലാസ്റ്റിക് ആണ്. അത് അലിഞ്ഞ് നാനോ സൈസിലാണ് ഇരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പിനകത്തൂടെ കയറി വരികയാണ്. കടലിലാണ് പോകുന്നത്. കടലിൽ നിന്ന് എന്ത് ചെയ്യും? ഉപ്പ് ഉടനെ എടുത്തെടുക്കുന്നത്. അപ്പോൾ ഉപ്പ് പ്യൂരിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല. നമ്മൾ അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കഴിക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്, ശരാശരി ഇന്ത്യൻ 5 gram പ്ലാസ്റ്റിക് ഒരു ദിവസം കഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ഇതൊക്കെ പേപ്പർ വായിക്കുമ്പോൾ അറിയാൻ പറ്റും, എല്ലാ ഇന്ത്യൻസിനും ബ്ലഡിനകത്ത് ഡിറ്റക്റ്റബിൾ ലെവൽ പെസ്റ്റിസൈഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളെ ബ്ലഡ് ചെക്ക് ചെയ്താൽ അതിനകത്ത് ടോക്സിക് ഒന്നും പറഞ്ഞിട്ടില്ല. പേടിക്കും പിടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. ഡിറ്റക്റ്റബിൾ ലെവൽ ഓഫ് പെസ്റ്റിസൈഡ് വാസ് നോട്ടീസ്ഡ് അമംഗ് ദ ഇന്ത്യൻ സിറ്റിസൺസ്. അപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും വേണോ? എല്ലാം ഇവിടെ ഞാൻ വരുന്നത് ബയോമാഗ്നിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണ്. സോ ഐ സെഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് ലീഡിങ് ടു ഡെത്ത് ഓഫ് ദ ഹ്യൂമൻ ബീയിങ് ബൈ ദ എലിമെന്റ് കോൾഡ് മെർക്കുറി. മരണം ഇവിടെയാണ് ഉണ്ടായത്. Fish. Where do fish got the mercury? From eating aquatic insects. Aquatic insects got the mercury by eating phytoplankton. Phytoplankton got the mercury from the effluent discharged by industries. ശരിയാണെന്ന് ആ ചാർട്ട് നോക്കുക. ഇൻഡസ്ട്രി releasing dimethyl mercury into the water body as an effluent waste. Okay, it was intaken by algal members, phytoplankton. Okay, which in turn taken by aquatic fishes. So aquatic insects, ചെറിയ ഇൻസെക്ട്സ് തന്നെ വിഴുങ്ങും, അക്യുമുലേറ്റ് ചെയ്യാണ്. From there it moves to fish was taken by human being, leading to fatality. Is an example for the phenomena called biomagnification. The story is a classical example for the category called, definition for the word called biological amplification. Okay, ഇനി ഒരു എക്സാമ്പിൾ ഇട്ട് പറയാം. ദാറ്റ്സ് മോർ അപ്രോപ്രിയേറ്റ്. DDT കേട്ട് കാണാം. എന്താണ്? ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ, ലാർജസ്റ്റ് സെല്ലിംഗ് പെസ്റ്റിസൈഡ് ഈവൻ ഇൻ 2019 is DDT. 2019 റെക്കോർഡ് DDT ആണ്. ലാർജസ്റ്റ് സെല്ലിംഗ് പെസ്റ്റിസൈഡ് ഇൻ ദ വേൾഡ് ഈസ് DDT. DDTയുടെ സ്റ്റോറി അറിയാമോ? ഹൂ ഡിസൈൻ ദ കോമ്പൗണ്ട് which got the Nobel Prize? Paul Hermann Muller. Paul Hermann Muller 39 മെഡിസിൻ ഫിസിയോളജി നോബൽ പ്രൈസ് വാങ്ങിച്ച ആളാണ് ഈ മുള്ളർ എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഉണ്ടാക്കിയ കോമ്പൗണ്ട് ആയിരുന്നു ഈ പറയുന്ന DDT. എന്തിനാണ് മുള്ളറിന് നോബൽ പ്രൈസ് കൊടുത്തത്? DDT ഉണ്ടാക്കിയത് കൊണ്ടാണ്. ആ പീരീഡ് എന്തായിരുന്നു? 32, 34, 35 കാലഘട്ടം, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന കാലഘട്ടമായിരുന്നു. ഓക്കെ, സോ മെനി ഓഫ് ദി സോൾജേഴ്സ് ഹാവ് ഗോട്ട് മലേറിയ ആൻഡ് ഹി സേവ് ദ ലൈഫ് ഓഫ് സോൾജേഴ്സ്
by producing a compound called DDT to eradicate mosquito repellent ആയിരുന്നു ഈ പറയുന്ന കോമ്പൗണ്ട്. ആ ഹ്യൂമൻ ആക്ടിവിറ്റിക്കാണ് മുള്ളറിന് 39 എന്ത് കൊടുത്തു? നോബൽ പ്രൈസ് കൊടുത്തത്. ഓക്കെ, സോ ഹി വാസ് ഗിവൻ നോബൽ പ്രൈസ് to save the life of soldiers in 1930s from mosquito prone disease, malaria. Okay, in 1962 you might read in the paper that you know the book Rachel Carson, Silent Spring, like one of the heated book in the market, Silent Spring, wrote by Rachel Carson, narrated the tragedy in US caused by the compound namely DDT. അപ്പോൾ 39 നോബൽ പ്രൈസ് കിട്ടിയ ഒരു വർക്ക് 62 എന്തായിട്ട് മാറി? ട്രാജഡി ആയിട്ട് മാറി. So in each chapter she narrated the tragedy occurred in US because of the compound called DDT. Okay, one of the chapter narrating the story that one of the village used the compound DDT in the quantity prescribed by the company 0.002% to a crop plant. So the book narrating that one of the chapter narrating that the village start using the compound DDT as a pesticide to a crop plant. Okay, after 2 to 3 years an NGO made a survey in the insect population in that village. The quantity they noticed was 0.002%. Within 3 to 4 years they went on trying the same in frog. Again the quantity became 0.02%. Then finally they went to strike the category in bird population. The quantity was 0.2%. What applied is negligible. Each feeding level the quantity is piling out, increasing. Okay, and second most important reason is that the bird population in that village is drastically depleting. The number of birds in the village is gradually decreasing. So invariably this quantity became fatal to the birds. So another example for the event called biological amplification. So what the word refers, what it implies. Point number 1, if you want to brand the word biomagnification, the compound should be non-biodegradable pollutants. Second point is that the quantity gradually piling out or increasing, reaching the lethal mark in the highest feeding order, then we brand the compound as phenomenon as biomagnification. A non-biodegradable pollutant increasing slowly in the feeding order, reaching the maximal value in the highest feeding order, leading to lethality, is called by the term biomagnification. Okay, അവിടെ രണ്ട് വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ, രണ്ട് slowly the quantity is increasing or bioaccumulating, increasing their quantity, reaching the fatality in the higher feeding order, is technically called by the term biological magnification or biological amplification. Okay, biomagnification means non-biodegradable pollutant gradually increasing their quantity in the feeding orders, reaching the maximal value in the highest feeding order, leading to lethality, is referred as biomagnification. In the case of mercury, the casualty is highest feeding order, namely human being. In the case of DDT, the highest feeding order recorded here is birds, leading to fatality. Then we commonly brand the event biological magnification or
magnification. Okay, I can put another example. Endosulfan. ആരാണ് വിക്ടിമൈസ് ചെയ്യപ്പെട്ടത്? ഹ്യൂമൻ ബീയിങ് ആണ് അല്ലേ? ഹ്യൂമൻ ബീയിങ് ആണ് അല്ലേ? ഹ്യൂമൻ ബീയിങ് ആർ വിക്ടിമൈസ്ഡ് ബൈ ദ ഇഷ്യൂ കോസ്ഡ് ബൈ എൻഡോസൾഫാൻ ഫ്രം കേരള, കാസർഗോഡ്, കണ്ണൂർ. ഇറ്റ്സ് കോമൺലി യൂസ്ഡ് ആസ് എ പെസ്റ്റിസൈഡ് along the cashew plantation in Kasaragod, Kannur, leading to fatality. Another example, narrating the event called okay, clear? ചോദ്യങ്ങൾ മാറി ചോദിക്കാം. Why endosulfan? What way endosulfan affecting human being? Which system it collapsing? Digestive system, immune system, endocrine system, or anything across? Nervous system ആണ്. നല്ല ചോദ്യമാണ്. See the word, whenever you go for endosulfan issue, the patients are, അവർക്ക് ഉണ്ടാകുന്ന സിൻഡ്രോം എന്തൊക്കെയാണ്? ഒന്ന്, സ്കിൻ അലർജിയാണ്. രണ്ട് ലോസ് ഓഫ് ഇമ്മ്യൂണിറ്റി. മൂന്ന് അലർജി ഇഷ്യൂ ദേ ഹാവ്. 4 ബ്ലറിങ് ഓഫ് വിഷൻ. 5 സ്റ്റെറിലിറ്റി ഇഷ്യൂ ദേ ഹാവ്. അപ്പോൾ സീ ദ പോയിന്റ്, സ്റ്റെറിലിറ്റി ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി ലോസ് ചെയ്യുന്നുണ്ട്, അലർജി ഇഷ്യൂ വരുന്നുണ്ട്, വിഷൻ ബ്ലറിങ് വരുന്നുണ്ട്, ന്യൂറോ ഡിസോർഡർ വരുന്നുണ്ട്. ഇത്രയും അവർക്ക് കാണിക്കുകയാണ്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് സിൻഡ്രോമാണ് കാണിക്കുന്നത്. ചോദ്യം ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് സിസ്റ്റം എൻഡോസൾഫാൻ അഫക്റ്റിംഗ് ഹ്യൂമൻ ബീയിങ്? ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ചോദിക്കത്തുള്ളൂ. എൻഡോക്രൈൻ സിസ്റ്റമാണ്, എൻഡോക്രൈൻ റിസപ്റ്റേഴ്സ് ആണ്, പ്രൈമറി ഇമ്പാക്റ്റ് അവിടെയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഹാർമോൺ ഡീറൈൽമെന്റ് ഉണ്ടാവും. പിന്നെ എല്ലാം ഉണ്ടാകുന്നത് എന്താണ്? സബ്സിക്വന്റ് ഈവൻസ് ആണ്. അപ്പോൾ ആദ്യം എൻഡോസൾഫാൻ അകത്ത് കയറിയാൽ ഡിസ്റപ്റ്റ് ചെയ്യപ്പെടുന്നത് യുവർ എൻഡോക്രൈൻ റിസപ്റ്റേഴ്സ്. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹാർമോൺ ഇംബാലൻസ് ഉണ്ടാവും. ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് സെക്കൻഡറി ഇമ്പാക്ട്സ് ആണ്. ഓക്കെ, സോ ദിസ് എ വേ ഇൻ വിച്ച് ദ എൻഡോക്രൈൻ സിസ്റ്റം വിൽ ബി കൊളാപ്സ്ഡ് ബൈ DDT, എൻഡോസൾഫാൻ. ഇനി അങ്ങനെയാണെങ്കിൽ DDT ബേർഡ്സിൽ എന്താ ഇഷ്യൂ ഉണ്ടാകുന്നത്? DDT എങ്ങനെയാണ് ബേർഡ്സിൽ കൊളാപ്സ് ചെയ്യുന്നത്? ഇൻ വാട്ട് സെൻസ്, വാട്ട് വേ? ഫോർ എക്സാമ്പിൾ, seagull, one of the largest majestic Pacific bird, now it became extinct. ഇല്ല. ഇന്ത്യയിൽ 2 എക്സാമ്പിൾ പറയാം. പെരിഗ്രൈൻ ഫൽക്കോൺ, ബാൾഡ് ഈഗിൾ, currently included under the critically endangered category in India, again because of DDT. ഇന്ത്യയിൽ 2 ബേർഡ്സ് ഇപ്പോൾ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുക. ഒന്ന് ബാൾഡ് ഈഗിൾ, ഈഗിൾ ഇല്ലാന്ന് തന്നെ പറയാം. 2 പെരിഗ്രൈൻ ഫൽക്കോൺ. Again the reason is the compound, namely DDT. അപ്പോൾ DDT എങ്ങനെയാണ് ബേർഡ്സിനെ കൊളാപ്സ് ചെയ്യിപ്പിക്കുന്നത്? See, I can answer is very simple. Complicated ഒന്നുമല്ല. Normally every bird producing a shell. എല്ലാ ബേർഡ്സും ഷെൽ മേക്കിംഗ് ആണ്. ഷെല്ലിനകത്തായിരിക്കും ആര് വരുന്നത്? എംബ്രിയോ ആർ ദ ഫെർട്ടൈൽ എക്സ്. ഷെൽ ബ്രേക്ക് ആവത്തില്ല. ഷെൽ ഇസ് നോർമലി മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കണ്ടെയ്നിങ് പ്രോട്ടീൻ. ഏത് ബേർഡ്സിൻ്റെ ഷെല്ല് നോക്കിയാലും കാൽഷ്യം പ്രോട്ടീൻ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടും കാണുന്നത്. വൺസ് യു ആർ ഇൻടേക്കിംഗ് DDT, this cause solubilization of calcium protein from the shell. So the shell became fragile or immature. See the word, calcium protein is leaching from the shell. The shell became fragile or immature. അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻക്യുബേറ്റ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ഫെർട്ടൈൽ എംബ്രിയോ വിൽ ബി ഫോംഡ്, ലീഡിങ് ടു immaturity of embryo or the egg cell, leading to decline in the population of. അല്ലാതെ അവിടെ കയറി എൻഡോക്രൈൻ ഒന്നും എഴുതി കളയരുത്. ഒന്നുമല്ല, അവിടെ ഉണ്ടാകുന്നത് കാൽഷ്യം പ്രോട്ടീൻ്റെ ഡിസ്മാൻഡിലിംഗ് ആണ്. അത് ഡിസ്മാൻഡിൽ ചെയ്യുമ്പം ഷെല്ല് നേരെ ഉണ്ടാവത്തില്ല. ഷെല്ല് നേരെ ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻക്യുബേറ്റ് ചെയ്തില്ലെങ്കിൽ എംബ്രിയോ എന്തായിരിക്കും? ഇംപ്രോപ്പർലി ഫോംഡ് or infertile embryo or the egg cell, leading to
loss of bird population. Endocrine system disrupt ചെയ്യണമെങ്കിൽ compound will be endosulfan. അപ്പോൾ ഓരോ കോമ്പൗണ്ടിനും ഓരോ ടാർഗറ്റ് പോയിന്റ് ഉണ്ട്, അവിടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൈമറി ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. Okay, but that's what we commonly called biological magnification or biomagnification. Okay, ഇനി ഇവിടെ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ, വെറുതെ സിവിൽ സർവീസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഇങ്ങനൊരു വാക്ക് പോപ്പുലർ ചെയ്യപ്പെട്ടു, പോപ്പ് അല്ലേ? The word is again, what he said is persistent organic pollutants. Persistent organic pollutants, a common word used in the literature. So, which literally means if there is a POP, this leads to the phenomena called biomagnification. By any compound branded under the category persistent organic pollutant can lead to the phenomena called biological magnification. കടാന്റെ പേര് നോക്കുക, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻ എന്ന് പറയും. പോയിന്റ് നമ്പർ 1, നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. രണ്ട് ആക്റ്റീവ് മോളിക്യൂൾ ആണ്. പോയിന്റ് നമ്പർ 1 is POP means non biodegradable. 2 ആക്റ്റീവ് മോളിക്യൂൾ ആണ്, ACTIVE ആക്റ്റീവ് മോളിക്യൂൾ ആണ്, ആക്റ്റീവ് മോളിക്യൂൾ ആണ്. 3 ലീതൽ ആണ്, ലീതൽ മോളിക്യൂൾ ആയിരിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും, ലീതൽ മോളിക്യൂൾ. 4 ഇറ്റ് അക്യുമുലേറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻ ദ ഫാറ്റി ടിഷ്യൂ. ഫാറ്റ് എവിടെ ഉണ്ട് അവിടെ കയറി എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. 5 മൊബിലിറ്റി മോളിക്യൂൾ ആണ്, സ്റ്റേഷനറി അല്ല, ചാൻസ് കിട്ടിയാൽ എന്ത് ചെയ്യും, ബോഡി മുഴുവൻ എന്ത് ചെയ്യും, സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോകും. ഇത്രയാണ് എൻ്റെ ക്വാളിറ്റി. ആക്റ്റീവ് മോളിക്യൂൾ ആണ്, മൊബൈൽ മോളിക്യൂൾ ആണ്, നോൺ ബയോഡിഗ്രേഡബിൾ ആണ്, ആക്റ്റീവ് ആണ്. Usually they accumulating in the fatty tissue. We brand them by the word called POP. Okay. Active molecule means reactive ആയിരിക്കും. എപ്പോഴും റിയാക്റ്റീവ് മോളിക്യൂൾ ആണ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചില കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറി ഒന്നും ചെയ്യത്തില്ല, അവിടെ വെറുതെ ഇരുന്നോളും. ഇറ്റ് വോണ്ട് ഡു എനിത്തിങ് അക്രോസ്. ഇറ്റ് റിയാക്ട് വിത്ത് എനിത്തിങ് അക്രോസ് യുവർ പ്രോട്ടീൻ ഓർ യുവർ ഷുഗർ ഓർ ഫാറ്റ്. ഇവിടെ ഫാറ്റുമായിട്ടാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റിയാക്റ്റീവ് മോളിക്യൂൾ മീൻസ് ഇറ്റ് റിയാക്ട് വിത്ത് എനി മോളിക്യൂൾ അവൈലബിൾ ഇൻ യുവർ ബോഡി. ഇറ്റ് വോണ്ട് ബി സ്റ്റാറ്റിക്, വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു വാക്ക് നോക്കുക. അഗൈൻ ഇൻ ദ ന്യൂസ് വാല്യൂ, ഡേർട്ടി ഡസൻ, DIRTYDOZEN. വാട്ട് ഇറ്റ് ഇംപ്ലൈസ്? ഇതെല്ലാം ടെക്നിക്കൽ വേർഡൊന്നുമില്ല, കോമൺ മാൻ എറിയുന്ന വാക്കുകളാണ്. അതാണ് ചോദ്യങ്ങൾ എപ്പോഴും ഹിറ്റ് ചെയ്യുന്നത്. സിവിൽ സർവീസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന ചോദ്യമാണ്. വാട്ട് യു മീൻ ബൈ ദ വേർഡ് ഡേർട്ടി ഡസൻ ഇംപ്ലൈസ്? റെഫേഴ്സ്. ഡേർട്ടി ഡസൻ എന്ന് പറയുമ്പോൾ the most dangerous 12 pollutant including under the category POP, highly lethal, universally is called by the term dirty dozen. 12 of the compound which are highly lethal globally, universally is called by the term dirtiest dozen. Okay, example, I will put few example. Number 1, DDT, one of the dirtiest dozen you have, DDT. Number 2, Mirex, MIREX, another pesticide you have. MIREX, another pesticide you have. MIREX, Mirex. Okay, DDT one example, then Mirex. Number 3, heptachlor, there's another example. So probably you know the compound heptachlor. കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ടെർമിസൈഡ് ആണ്. ഇപ്പോഴത്തെ വുഡൻ ഫർണിച്ചറിലൊക്കെ വാർണിഷിനകത്ത് മിക്സ് ചെയ്തടിക്കുന്ന ഈ കോമ്പൗണ്ടാണ്, വോളറ്റൈലാണ്. ഓക്കെ, ടെർമിസൈഡ്, ടെർമൈറ്റ്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വാർണിഷിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ അടിക്കുക, വോളറ്റൈലാണ്. ഇപ്പോൾ AC റൂമിനകത്ത് വുഡൻ ഫർണിച്ചറും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് ചാറും, ഇൻഹേൽ ചെയ്യും. ഹൈലി ഡേഞ്ചറസ് ആണ്. ഹെപ്റ്റാക്ലോർ യൂണിവേഴ്സൽ കണ്ടാമിനൻ്റ് ആണ്. നമ്പർ 3. നമ്പർ 4, ഇങ്ങനെ അമേരിക്കൻ പൊല്യൂട്ടൻ. മിക്കവാറും പേപ്പറിലൊക്കെ നിങ്ങൾ ഇപ്പോഴും അമേരിക്കയിൽ ഫെഡറൽ കോർട്ടിൽ കേസ് നടക്കുന്ന ഒരു കോമ്പൗണ്ടാണ്, നമ്മളും യൂസ് ചെയ്തിട്ടുണ്ട്. കോട്ടണിന്
യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ് ആണ് കോട്ടൺ, COTTON, ടോക്സോഫീൻ, a universal pollutant used by the people for killing pest in cotton, cabbage, cauliflower, ഇതിലെല്ലാം അടിക്കുന്നുണ്ട് നമ്മൾ. ടോക്സോഫീൻ ഇപ്പം ബാൻഡാണ്, ഇപ്പം ബാൻ ചെയ്തിരിക്കുകയാണ്, നമ്മളിപ്പം കംപ്ലീറ്റ്ലി ബാൻഡാണ് ദ കോമ്പൗണ്ട് ഇസ് ടോക്സോഫീൻ. ഇനി ഒരു കോമ്പൗണ്ട് ഞാൻ പറയാം, ദാറ്റ്സ് അഗൈൻ വെരി ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എവിടെയെങ്കിലും വാച്ച് ഓർമ്മയുണ്ടോ? ഡയോക്സിൻ. എവിടെ ഇത് വായിച്ചത് നമ്മൾ? ആൻസർ ഈസ് റൈറ്റ്. മദേഴ്സ് മിൽക്ക് കണ്ടെയ്നിങ് ഡയോക്സിൻ. See the word. മദേഴ്സ് ഡേക്ക് ഫ്രണ്ട് ഹെഡ്ലൈൻ ന്യൂസ് ആണ്, ദ വെർജിൻ മിൽക്ക് ഗിവൺ ബൈ മദർ ടു ഹർ ബേബി കണ്ടെയ്നിങ് ഡയോക്സിൻ. എവിടെയാണ് മദറിന് കിട്ടിയത്? വാട്ട് ഹി സെഡ് ഈസ്, when you burn plastic, transformer, cable wire, it releasing the compound dioxin, highly carcinogenic, and these compounds are usually branded universally as dirtiest dozen. Okay, so some of the compounds are globally used as most lethal molecule, what we commonly called dirtiest dozen molecule. Okay, again നോക്കുക, sometimes the option may be POP ന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ്സ് ആണ്. എല്ലാ പെസ്റ്റിസൈഡും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. Okay, so again recently you might read in the paper that government of India appointed Anupam Verma committee 2019 appoint ചെയ്തു government of India, and the last month he given the report to government of India. 66 പെസ്റ്റിസൈഡ് ആണ് ഇന്ത്യയിൽ ഒഫീഷ്യലി യൂസിങ്. 2022 ആകുമ്പം 3 ഫേസിൽ കൂടെ എന്ത് ചെയ്യണം? ഫേസ് ഔട്ട് ചെയ്യണം. 22 ബാൻ ചെയ്യപ്പെട്ടു. ഇനി 2022 ആകുമ്പം ബാക്കി 44 കൂടെ എന്ത് ചെയ്യും? ബാൻ ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പം 66 അഫീഷ്യൽ പെസ്റ്റിസൈഡാണ്. ഇനി ചെറിയ ജില്ലയ്ക്കകത്ത് മാത്രം തന്നെ 500 പെസ്റ്റിസൈഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വിത്തൗട്ട് എനി ബ്രാൻഡ് നെയിം, പേരൊന്നുമില്ല. ഇനി ഞാൻ പറയാം, എൻഡോസൾഫാൻ എന്ത് ചെയ്യപ്പെട്ടു? ബാൻ ചെയ്തിട്ടുണ്ടോ? എൻഡോസൾഫാൻ ബാൻഡ് ആണോ? കാസർഗോഡ്, കണ്ണൂർ വാങ്ങിക്കാൻ കിട്ടത്തില്ലേ? ഇഷ്ടം പോലെ. എൻഡോസൾഫാൻ പേരിലല്ല കിട്ടുന്നത്, ഇൻ അനദർ ബോട്ടിൽ, ഇൻ എ ന്യൂ നൈം. അപ്പോൾ ഓൾഡ് വൈൻ ഇൻ എ ന്യൂ ബോട്ടിൽ. എവിടെ? കംപ്ലീറ്റ് പിടിച്ചു, അതൊക്കെ പിടിച്ചു. ബട്ട് എഗൈൻ നൗ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ കാസർഗോഡ് ആൻഡ് കണ്ണൂർ. കംപ്ലീറ്റ് റെക്കോർഡ് കൊടുക്കണം നമ്മൾ. വാട്ട് എവർ വി ഹാവ് ഇൻ എൻഡോസൾഫാൻ ഇൻ ദ കമ്പനി, സ്റ്റോക്കും കൊടുക്കാൻ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും കേരളത്തിനും കൊടുക്കണം. എല്ലാം പിടിക്കപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് അതില്ല, എൻഡോസൾഫാൻ ബാൻ ചെയ്തപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോഴും കാസർഗോഡും കണ്ണൂറും കാഷ്യൂനട്ട് പ്ലാന്റേഷനകത്ത് സ്പ്രേ ചെയ്യുന്നത് സെയിം കോമ്പൗണ്ട് എൻഡോസൾഫാൻ ആണ്. എൻഡോസൾഫാൻ അല്ല പേര്, പുതിയ പേരാണ്. കാരണം ഇതൊന്നും എന്തല്ല അഫീഷ്യൽ കമ്പനീസ് അല്ല, ഇൻഡസ്ട്രീസ് അല്ല, സ്മോൾ സ്കെയിലാണ്. അന്ന് രാത്രി മരുന്നുണ്ടാക്കും, അന്ന് കമ്പനി എന്ത് ചെയ്യും? പൂട്ടും. ആവശ്യം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? പൂട്ടും. ആർക്കും പിടിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, എപ്പോഴാണ് നമ്മൾ മാറാതെ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ബാൻ അർത്ഥമൊന്നുമില്ല. നമ്മൾ വെജിറ്റബിൾസ്, ഓണത്തിന് കിട്ടിയ പല വെജിറ്റബിൾസ് എന്താണ്? റിച്ച് ഇൻ പെസ്റ്റിസൈഡാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ഹ്യൂമൻ ബ്ലഡ്. നമ്മൾ ഹ്യൂമൻ ബ്ലഡ് കണ്ടെയ്നിങ് ഡിറ്റക്റ്റബിൾ ലെവൽ ഓഫ് പെസ്റ്റിസൈഡ്. ശരിയാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നമ്മളെ ബ്ലഡിനകത്ത് മെഷറബിൾ ലെവൽ ഒന്നുണ്ട്. എവിടെ നിന്ന് കിട്ടിയതാ? വാങ്ങിച്ച് കുടിക്കുകയാണ് നമ്മളൊക്കെ. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടിലും വെജിറ്റബിളിലും ഗ്രെയിൻസിലും കിട്ടുന്നതാണ്. നമ്മൾ അമ്മയുടെ പാലിനകത്ത് എന്തുണ്ടായിരുന്നു? ഡയോക്സിൻ ആണ്. ഇതിന് കൂടുതൽ എന്താ എക്സാമ്പിൾ വേണ്ടത്? അപ്പോൾ ഇതെല്ലാം എന്തിനാണ് വന്നിരിക്കുന്നത്? ഇതെല്ലാം കാർസിനോജനിക്കാണ്. ചിക്കൻ്റെ ഹാർമോണൽ ഇഞ്ചക്ഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ എല്ലാ പെസ്റ്റിസൈഡും കാർസിനോജനിക്കാണ്. മുമ്പ് ക്യാൻസർ എന്നുള്ളത് വേറെ റെയർ ആയിരുന്നു, ഇല്ലേ? ഇപ്പൊ ക്യാൻസർ എന്നുള്ളത് ഫാഷനായിട്ട് മാറി. ഇപ്പൊ ക്യാൻസർ ഇല്ലെങ്കിലാണ് മോശം, എന്തെങ്കിലും ഒരു ക്യാൻസർ നമുക്ക് ഉണ്ടെങ്കിൽ ഗമയാണ്, ആ ലെവലായി, ഇല്ലേ? പണ്ട് സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. വൺസ് യു സ്മോക്ക് യു ഗെറ്റ് ക്യാൻസർ, ഇല്ലേ? ഇപ്പൊ അതൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. സ്മോക്കിംഗ് ഒന്നും വേണ്ട, മര്യാദയ്ക്ക് ജങ്ക് ഫുഡ് കഴിച്ചാൽ മതി, എന്നുണ്ടാവും ക്യാൻസർ വന്നിരിക്കും. ജങ്ക് ഫുഡിന് കുറവുണ്ടോ? ഉണ്ടോ? ജങ്ക് ഫുഡിന് കുറവുണ്ടോ? ഓരോ ദിവസവും ബേക്കറി നമ്പർ കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇഷ്യൂ. അപ്പോൾ these are branded by the term called
ഓക്കെ, ദാറ്റ്സ് ദ വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ ആ 3 വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്: യൂട്രോപ്പിഫിക്കേഷൻ, ഹെവി മെറ്റൽ ട്രാജഡി, ബയോളജിക്കൽ ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, ഉണ്ടോ ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹൈലി. ഇന്ത്യ ഈസ് യൂസിങ് ദ പെസ്റ്റിസൈഡ് ലൈക്ക് എനിത്തിങ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ്, ആ നല്ല ക്വസ്റ്റ്യൻ, അനുപം വർമ്മ കമ്മിറ്റി പോസ്റ്റ് ചെയ്യാൻ കാരണം അതായിരുന്നു, ടു ഫൈൻഡ് ഔട്ട് ദ യൂസേജ് ഓഫ് പെസ്റ്റിസൈഡ് ഇൻ ഇന്ത്യ. 66 അയാൾ ബാൻ ചെയ്തു. 66 അതിനുള്ളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, 3 ഫേസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും മതി നമുക്ക് ഈ പറയുന്ന ഈവന്റിനകത്ത്.